ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കയറിയത് ഒട്ടകത്തിനാണ് കേട്ടോ. അത് ലാസ്റ്റാണ് കേട്ടോ വലിയ വരുന്നത്. പിന്നെ ഞാൻ താറാവിനെ പിടിക്കാൻ പോയി. താറാവിനെ ഉണ്ണിയാട്ടോ പിടിക്കാൻ പോയത്. താറാവിനെ പിടിക്കാൻ പോയപ്പോൾ അവിടെ താറാവിനെ തൊടുന്നു. ആൾക്കാർ കുറേ താറാവിനെ തൊടുണ്ടായിരുന്നു. പിന്നെ കുറേ കോഴികളുണ്ടായിരുന്നു. പിന്നെ ഒരു മങ്കി പോലത്തെ ഒരു സാധനം രണ്ട് കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. തൊടാനൊന്നും പറ്റില്ല കേട്ടോ. തൊട്ടാൽ കടിക്കുന്നതാണ് അതിലെത്തിച്ചിരിക്കുന്നത്. അവരത് കയറി ചാടുന്നതൊക്കെ ഉണ്ടായിരുന്നു. പേടിച്ചിട്ടാണ് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നില്ല. അതിനുശേഷം ഒരു 20 മണിക്കൂർ ഉറങ്ങാൻ സന്നിനടുത്ത് പോയി. സാധാരണ ചോറ് ഞാനും ചായ കുടിക്കാൻ മാത്രമേ എനിക്കുള്ളൂ. അത് തീറ്റ തിന്നാൻ മാത്രമേ എനിക്കുള്ളൂ അവർ കേട്ടോ. അതിനാണ് സ്റ്റെപ്പൊക്കെ വെച്ചെടുത്തിങ്ങനെ. പിന്നെ ഇത് ഉണ്ണി എല്ലാത്തിനെയും കണ്ടിട്ട് ഓടിയിരുന്നു. പിന്നെ ഓന്തിനെ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഓന്ത് എൻ്റെ മേത്ത് കയറി. എന്നാലും എനിക്ക് പേടിയായി കാരണം അയാൾ പിടിച്ച് വലിച്ചു. അത് ഓന്ത് 2 3 വിചാരിച്ചുള്ളൂ. എന്നാലും മരത്തിൻ്റെ മേലെ കുറേ ഓന്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട് നടന്നു. അപ്പോൾ ഒരു പൂച്ചനെ പിടിക്കണമെന്ന് ചോദിച്ചു ഉമ്മച്ചി. അപ്പോൾ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു. പിടിക്കാൻ പോയപ്പോൾ എനിക്ക് പേടിയായിരുന്നു. പൂച്ചനെ എങ്ങനെ പിടിക്കണ്ടേന്ന് അറിയാത്തതാണ്. അത് ഞാൻ പേടിച്ച് നടന്നു വന്നു. പിന്നെ ഉണ്ണികൾക്ക് താറാവിന് നല്ല ഇഷ്ടമാണ്. താറാവിനെ തൊടാൻ പോയി. അപ്പോൾ ഉമ്മച്ചി ഉണ്ണിനോട് താറാവിനെ എടുത്തോന്ന് പറഞ്ഞു. അവൾ എടുക്കാൻ നല്ല ആക്രമിക്കുന്ന പോലെ എടുക്കാൻ പോയതാണ്. പിന്നെ ഒരു കളർഫുൾ കോഴി ഉണ്ടായിരുന്നു. അതിൽ താടിയൊക്കെ പിടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അതിന് കളിപ്പിച്ചിരുന്നു. പിന്നെ മയിലിനെ തൊട്ട് പൂച്ചനെ അവൾക്ക് തൊടാൻ നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ പൂച്ചനെ അവൾക്കും മേടിക്കാമെന്ന് പറഞ്ഞു വിചാരിച്ചു. എന്തായാലും പൂച്ചനെ മേടിക്കണമെന്ന് ഉമ്മച്ചി പറഞ്ഞു. നിങ്ങളെ പേടി മാറ്റണം. ഉമ്മച്ചിക്ക് പേടിയില്ല കേട്ടോ. അപ്പോൾ പൂച്ചനെ മേടിക്കാൻ സമ്മതിക്കില്ല. ഉപ്പച്ചി സമ്മതിക്കില്ല കേട്ടോ. ഉപ്പച്ചി മാങ്ങുന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പൂച്ചനൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പൂച്ചനെ പിടിക്കണമെന്നൊക്കെ ചോദിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയില്ലാത്ത പൂച്ചയാണ് കേട്ടത്. ആ ചേച്ചി പറഞ്ഞിട്ട് ലോകത്ത് ഏറ്റവും ഭംഗിയില്ലാത്ത പൂച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ഞാൻ ഈ പൂച്ചനെ പിടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇഷ്ടമാണ് ഇതിനെ മാന്തെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരു തത്തമ്മനെ തോളിലിട്ടു. തത്തമ്മ ഞാൻ കുറേ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കൊത്തുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് കേട്ടോ. എന്നിട്ട് ഉമ്മച്ചിയുടെ കയ്യിൽ ഉമ്മച്ചി വെച്ചു കേട്ടോ. പിന്നെ ഉണ്ണിക്ക് എന്താ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാറി കൊടുക്കാൻ പോയിട്ടോ. കൊടുത്ത് ഉണ്ണി അപ്പം കയറി വന്നിട്ട് അവളെ തോളത്ത് വെച്ച് തരണം. പിന്നെ ഒരെണ്ണം കൂടി വെച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിയുടെ കയ്യത്ത് അവൾക്ക് തന്നെ വെച്ചെടുത്തു കേട്ടോ. അങ്ങനെ വെച്ചെടുത്തതിന് ശേഷം അവൾ കരയണ സീനാണ് ഇതിൽ കാണുന്നത് കേട്ടോ. കരയുന്നുണ്ട്. ഒരെണ്ണത്തിനെ പിടിച്ച് നോക്കിയപ്പോൾ അവൾ സമാധാനമായി പോയി എന്നൊക്കെ വിചാരിച്ച് നടക്കുമ്പോൾ അപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും പിന്നെ ധൈര്യം ധരിച്ചിട്ട് കയറി. അതുകൊണ്ട് ഒരെണ്ണത്തിനും കൂടി വെച്ചു. ഉമ്മച്ചി ഇനിയും വെക്കണം എന്ന് പറഞ്ഞിട്ട് ഐഷയുടെ കൈ പിടിച്ച് വലിച്ചു. എന്നാൽ ഐഷ പിടിച്ച് അത് കാരണം ഞങ്ങൾ 2 കൂടി വെച്ചു കേട്ടോ. പിന്നെ അതിനൊക്കെ കാണാൻ നടക്കണമായിരുന്നു. ഓടുകയാണ്. പാർക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പാർക്കിലേക്ക് ഓടുകയാണ്. പിന്നെ ഞങ്ങൾ പന്നിക്കുട്ടന്മാരെ കണ്ടു. പന്നിക്കുട്ടിമാർ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരെണ്ണത്തിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. വെള്ള കളറുള്ളതിനെ കാണാൻ. പിന്നെ ഞങ്ങൾ ഒരു കൊക്ക് പോലത്തെ സ്ഥലത്ത് പോയി. അവിടെ ഞാൻ തീറ്റ കൊടുക്കാൻ വിചാരിച്ചപ്പോൾ എനിക്ക് ഹൈറ്റ് കുറച്ച് ഓവറായിരുന്നു. കൊത്തൊന്നും വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ മെല്ലെ കൊടുത്തോളൂ കേട്ടോ. പേടിച്ച് ഞാൻ എന്നാൽ ഉമ്മച്ചി നല്ല ഇതിലൊന്നും കൊടുത്തില്ല. ഉമ്മച്ചി ഞങ്ങൾ കഴിക്കത്തായിരുന്നു കേട്ടോ. പിന്നെ ആടിനെ കാണാൻ പോയി. ഒരു ആട് കഴുത്തിൽ എന്തൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരാട് പ്രത്യേകത ഉള്ള ഒരാടാണെന്ന് പറഞ്ഞവർ. എന്ത് പ്രത്യേകത പറഞ്ഞാൽ ഞാൻ അപ്പച്ചനെ അങ്ങോട്ട് കൂടി നടന്നുപോയി. പിന്നെ ഒരാടിനെ കണ്ടു. നല്ല താടിയുള്ള ആടായിരുന്നു. ഞങ്ങൾ ആ ആടിനെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ മൂട്ടിയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇതാക്കിയായിരുന്നു ഉണ്ണിക്ക് പേടിയായി കാരണം ഞങ്ങളാ തൊട്ട് കേട്ടോ. ഞങ്ങളെല്ലാം ഫുഡ് കൊടുത്തതിന്
അപ്പം നല്ല സുഖമുണ്ടായിരുന്നു അവിടെ പഞ്ഞി പോലത്തെ നീര് തൊടാൻ കേട്ടോ. പിന്നെ ഒരാൾ എനിക്ക് തരുമെന്ന് പറയുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനതിന് കൊടുക്കാൻ എനിക്ക് പേടിയായിരുന്നു, അതിനെ കൊടുക്കാൻ പേടിയുണ്ടായിരുന്നില്ല, ഇതിന് കൊടുക്കാൻ നല്ല പേടിയായിരുന്നു. രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ കൊടുത്തോന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം അങ്ങനെ കൊടുത്തു നിന്നു. അങ്ങോട്ട് അവർ തല്ലുടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നടന്നിട്ട് ഒരാടിനുണ്ട്, പുള്ളിയാടാണെന്ന് തോന്നുന്നു, നാട്ടാടാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ആടിനെ വളർത്താത്ത കാരണം അറിയില്ല കേട്ടോ, ആടാണത് ശരിക്കും. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു, ആടിനെ കണ്ടു കേട്ടോ. കുറേ നല്ല ആടുകളും ഉണ്ടായിരുന്നു, എന്തോ അറിയില്ല. പിന്നെ ഞങ്ങൾ മീനിൻ്റെ അടുത്ത് പോയി മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ചേച്ചി പറഞ്ഞു കൈ കഴുകിയിട്ട് മീൻ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കൈ കഴുകി തീറ്റ മേടിച്ചു. ഫസ്റ്റത്തെ പ്രാവശ്യം എനിക്ക് എങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് താഴ്ത്തിട്ടു. എനിക്ക് പേടിയായിരുന്നു. ഉമ്മച്ചി കൊടുത്തുട്ടോ. ഞാനിങ്ങനെ നമ്മൾ കൈ ചുരുക്കി പിടിച്ചതിന് ശേഷം കൊടുക്കേണ്ടതാട്ടോ. നമ്മൾ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആക്കി തരും. ആ കാനവെള്ളമൊക്കെ ക്ലിയർ ആക്കുന്നത് ഇതാണ് കേട്ടോ. ഈ വെള്ളം എന്ന് വെച്ചാൽ നല്ല ക്ലിയറുള്ള വെള്ളമാണ്, നമുക്ക് കുടിക്കാൻ കിട്ടുന്ന വെള്ളം. ഇവർ അപ്പിടണമെന്നില്ല കേട്ടോ, അപ്പിടും, അത് വൃത്തിയാക്കി എടുക്കും കേട്ടോ. എന്നാലും നല്ല രസമുണ്ടായിരുന്നു, മൊത്തം കളർഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒട്ടകത്തിനെ കൊടുക്കാൻ നിന്നു. ഒട്ടകമായിരുന്നു. അപ്പോൾ ഒട്ടകത്തിനെ കണ്ടു. പിന്നെ ഞങ്ങൾ ഈ ഹോൾസിനെ കണ്ടത്. ഹോൾസിനെയിൽ നല്ല രീതിയിൽ കണ്ടതായിരുന്നു, നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഹോൾസ്. ഞങ്ങളെ ഹോൾസിനെ കണ്ടു, അങ്ങനെ നിന്നു. ശേഷം ഉമ്മയ്ക്ക് എന്തൊക്കെ കൊടുത്തു. ഉപ്പച്ചി പിടിച്ച് വലിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ നീക്കി നിർത്തി. ഉമ്മച്ചിയുടെ ക്യാമറ ഞാനങ്ങനെ ക്യാമറ പിടിച്ചാൽ നിന്നപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചി പിടിക്കാം. അപ്പം ഞങ്ങൾ പുല്ലൊക്കെ കൊടുത്ത് റെഡിയായി നിന്നു. പിന്നെ ഒരു ഒരു ചാടുന്ന സാധനം ഉണ്ടായിരുന്നു. ആ സാധനത്തിന് ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. അതിന് അവർക്ക് മാത്രമേ വൈക്കോലാട്ടോ, വൈക്കോലല്ല, അവർക്ക് ക്യാരറ്റാണ് ഇഷ്ടം, നമ്മളോട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചാടണമായിരുന്നു. പിന്നെ ഉണ്ണിക്ക് പൂച്ചനെ ഇഷ്ടമാണ്, ഉണ്ണി പൂച്ചനെ തൊടാൻ നിന്നു. അങ്ങനെ ഉണ്ണി പൂച്ചനെ തൊടാൻ നിന്നപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പൂച്ചൻ പറഞ്ഞു എനിക്ക് പൂച്ചനെ തൊടണം. എന്നാലും ഞാൻ പൂച്ചനോടാൻ പറ്റിയില്ല കേട്ടോ. ഞാനവിടെ പേടിച്ച് നിന്നിരുന്നാണ് കേട്ടോ പൂച്ചനെ തൊട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ പൂച്ചനൊക്കെ തൊട്ടു. പിന്നെ ഞങ്ങൾ താറാവിനെ പിടിക്കാൻ പോയി. താറാവിനെ നല്ല രീതിയിൽ, എനിക്ക് നല്ല താറാവിനെ പിടിക്കുന്നത് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഫോണിൽ ഒരു കുട്ടി താറാവിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ അവൾക്ക് തോന്നിയ ഒരു സാധനമാണ് താറാവിനെ പിടിക്കുന്നത്. പിന്നെ ഒരു കളർ കോഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കോഴി ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അവൾക്ക് താറാവിനാണ് താറാവ് കുഞ്ഞുങ്ങളാണ് കൂടുതലിഷ്ടം. അവൾ താറാവ് കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് നടന്നു. പിന്നെ അവൾ കണ്ണാടിയിട്ട് കുത്തി നോക്കിയിട്ടാണ് അവരെ. പിന്നെ ഞങ്ങൾ കുറേ മൊയിൽക്കുട്ടന്മാരെ കണ്ടു. മൊയിലിനെ കുറച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ കളിപ്പിച്ചിട്ടോ. കളിപ്പിച്ച് നിന്ന് കുറച്ച് നേരം അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ മൊയിലിനെ കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം കുറേ കണ്ടു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി ബ്ലാക്കൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു പൗണ്ടിൽ ഒരു ബ്ലാക്ക് താറാവിരിക്കണതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുട്ടികളായിട്ട് പോവുകയാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങി. ഉണ്ണി അവിടെ അതിശയി കണ്ടതിന് ശേഷം ഓടിയായിരുന്നു. പിന്നെ ഒട്ടകത്തിന് മുന്നേ ഞങ്ങൾ തീറ്റ കൊടുക്കുന്നുണ്ട്. ഉമ്മച്ചിക്ക് ഒട്ടകത്തിനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനും എൻ്റെ ഇടയ്ക്ക് ഒരു എലി പോലത്തെ സംതിങ് തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐഷ കുതിരപ്പുറത്ത് കയറി, ഉണ്ണി കുതിരപ്പുറത്ത് കയറി. അവൾ പേടിച്ചു. ഞാൻ കയറിയിട്ടുണ്ട്, ധൈര്യം സംഭവിച്ച് കയറി. പിന്നെ കാളവണ്ടി ഉണ്ടായിരുന്നു, കാളവണ്ടിയിൽ കയറി. പിന്നെ കുറച്ച് നേരം കൂടി അതിന് തീറ്റ കൊടുത്തിട്ട് ഉണ്ണിക്ക് ഫോട്ടോ എടുത്തിട്ടോ. അവിടെ കുറേ ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.